കൊല്ലത്ത് ഒരു സംഘർഷാവസ്ഥയാണ്. വാഹനങ്ങൾ തടയുകയാണ് സമരാനുകൂലികൾ. വലിയ ട്രെയിലർ വാഹനങ്ങളെയൊക്കെയാണ് തടഞ്ഞിടുന്നത്. അതിന് മുകളിൽ കൊടി കുത്തിവെക്കാനും ശ്രമിക്കുന്നുണ്ട്. പോലീസ് എത്തിയ സമരക്കാരെ മാറ്റി വാഹനത്തിന് വഴിയൊഴുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സമരക്കാർ അതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ വാഹനം തടഞ്ഞിടുന്ന നിലപാട് തന്നെ. ഏറെ ജനപങ്കാളിത്തവുമുണ്ട്. പ്രതിഷേധക്കാർ ധാരാളമായി എത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്തി ആ വാഹനം തടഞ്ഞിടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമരാനുകൂലികൾ തന്നെ ചിലർ വാഹനം ഇടുന്നുണ്ടോ എന്ന് സംശയമല്ലേ? ഒരാൾ ചുവന്ന ഷർട്ടിട്ട ആളുകളെ മാറ്റുന്നതൊക്കെ കാണുന്നുണ്ട്. ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ ഇത് ഒരുപാട് ദൂരെ നിന്നൊക്കെ ഒരുപക്ഷെ വരുന്നതായിരിക്കും. അവരെ ഒരു ദിവസം അവരുടെ യാത്ര തടസ്സപ്പെട്ടാൽ തന്നെ അവരുടെ മൊത്തം ഷെഡ്യൂൾ ബാധിക്കുന്നതാണ്. എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയില്ല. എങ്കിലും വലിയ ടാങ്കറാണ്. കണ്ണൻ, ഇതെവിടെയാണ് വാഹനങ്ങൾ തടയുന്നത്? പോകാൻ അനുവദിക്കുന്നുണ്ടോ? ആദ്യം ഒന്ന് പ്രതിഷേധിച്ച ശേഷം പിന്നീട് കടത്തിവിടുകയാണോ? കണ്ണൻ ആദ്യം ഒന്ന് പ്രതിഷേധിച്ച ശേഷം പിന്നീട് കടത്തിവിടുന്നുണ്ടോ? കടത്തിവിടുന്നില്ല ദിവിഷ്. ഇപ്പോഴും ആ ലോറി മുന്നോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നക്കട ബസ് വേയിലേക്ക് ലോറി മാറ്റുകയാണ്. അതിന് തൊട്ട് മുന്നിൽ INTUC പ്രവർത്തകരും UTC പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ലോറിയാണ്. ആ ലോറി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CITU INTUC പ്രവർത്തകർ തടഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ആ ലോറി മാറ്റുന്നത് വരെ, ആ ലോറി സമീപത്തേക്ക് ഒതുക്കി നിർത്തുന്നത് വരെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകും എന്നാണ് INTUCയുടെയും UTCയുടെയും പ്രവർത്തകർ പറയുന്നത്. ആ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. നേരത്തെ ആ ലോറി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് INTUC പ്രവർത്തകർ നേരെ ആ ലോറിക്ക് മുന്നിലേക്ക് ചാടിക്കയറി. അതിനുശേഷം ആ ലോറി ഡ്രൈവറുടെ ആ ക്യാബിന് മുകളിലേക്ക് എത്തി അയാളെ കൈകാര്യം ചെയ്യാനുള്ള നേരിയ ശ്രമം ഉണ്ടായി. പക്ഷേ പോലീസ് ഇടപെട്ട് ആ പ്രവർത്തകരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആ ലോറിക്ക് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധമാണ് ഉണ്ടായത്. പിന്നീട് ആ ലോറി മാറ്റാൻ പോലീസ് തന്നെ ഇടപെട്ട് പറയുകയായിരുന്നു. ഇപ്പോൾ ആ ലോറി മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലോറി സമീപത്തെ ചിന്നക്കട ബസ് വേക്ക് സമീപത്തേക്ക് ഒതുക്കി നിർത്തുകയാണ്. അതിനുശേഷം മാത്രമേ ഈ സമരക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിനുള്ള തീരുമാനത്തിലാണ്. നേരത്തെ രാവിലെ മുതൽ തന്നെ കൊല്ലത്ത് സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. CITU പ്രവർത്തകർ KSRTC തൊഴിലാളിയായിട്ടുള്ള കണ്ടക്ടറായിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ കർണത്തടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഒപ്പം തന്നെ പത്തനാപുരത്ത് ഔഷധിയുടെ മരുന്ന് സംഭരണശാലയിലെത്തി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി ജീവനക്കാരെ വലിച്ചു പുറത്തേക്ക് ഇറക്കുന്ന ഒരു അവസ്ഥ കുന്നിക്കോട് മേഖലയിലുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ അടുത്ത പ്രതിഷേധം. മര്യാദകേടെന്നേ പറയാൻ കഴിയൂ. ആ ട്രെയിലറിലെ ഡ്രൈവറെ അടിക്കാൻ വരെ വാഹനം തടഞ്ഞിരുന്നു. നോക്കിയ സമരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സഹകരിക്കണം, വാഹനം ഒതുക്കിയിടും എന്നൊക്കെ പറഞ്ഞ മര്യാദയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലെ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക എന്നത് തോന്നിവാസം എന്ന് തന്നെ പറയണം. ഒപ്പം ഔഷധി പോലെ ഒരു പ്രധാനപ്പെട്ട സംവിധാനത്തിന്റെ ഗോഡൌൺ അടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒരു കണ്ടക്ടറെ മർദ്ദിക്കുക, സ്വന്തം സഹപ്രവർത്തകനെ കർണക്കുറ്റിക്ക് 3 അടിയടിക്കുന്ന തൊഴിലാളി വർഗ നേതാക്കളാണോ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുന്നയിക്കുന്നത് എന്ന് അത്ഭുതത്തോടും ഒക്കെ കൂടി മാത്രമേ കേൾക്കാൻ കഴിയൂ. ഇങ്ങനെ ആയിരുന്നില്ല സമരങ്ങൾ നടത്തേണ്ടത്. തൊഴിലാളി അവകാശങ്ങൾ സംരക്ഷിക്കാൻ സമരങ്ങളൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന വേഗത്തിനനുസരിച്ച് സമരരീതികൾ തന്നെ മാറണം എന്ന് നമ്മുടെ പല നേതാക്കളും തന്നെ ഇനി ബന്ധിനില്ല, പണിമുടക്കണില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അവരുടെയൊക്കെ തൊഴിലാളി സംഘടനകൾ തന്നെയാണ് ഇപ്പോൾ ഈ സമരരംഗത്ത് നിൽക്കുകയും ചെയ്യുന്നത്.